ശരി, ഞാൻ വി ആർ ഒയിൽ മറുപടി എത്താം. ശ്രീ ശ്യാമരാജ്, ഇവിടെ സി പി എമ്മിനെ സമരം നടത്താൻ പഠിപ്പിക്കേണ്ട. സി പി എമ്മിന് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം വളരെ ശക്തമായുണ്ട്. ശരി, അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമുണ്ടായി. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീ കെ അനിൽകുമാർ ചർച്ചയിൽ പറയുന്നത് പോലെ ആവില്ല അതിനകത്ത് നടക്കുന്ന ചർച്ച. കുറച്ചുകൂടി വിനയാനിതമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് തെറ്റിതിരുത്തി ഒരുപക്ഷെ സംഘടനാ സംവിധാനം ശക്തമാക്കി സി പി എം കേഡർ പ്രതിപക്ഷ നിലയിൽ തെരുവിലിറങ്ങിയാൽ ശ്രീ കെ അനിൽകുമാർ പറയുന്നത് പോലെയാണ് അതിന് കുറച്ച് കരുത്ത് കൂടും. ശ്രീ ശ്യാമരാജ്. ശരിയാണ്, കരുത്ത് കൂടിയവർ ഇപ്പം ജയിലിൽ കിടപ്പുണ്ടല്ലോ കുറേ പേര്. കരുത്ത് കൂടിയവർ ഇവർക്കെന്താ അറിയോ ഹാഷ്മി, ഇവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, പഴയ ദേശാഭിമാന യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് മറ്റേ വായ പോയ കൊടാലി പോലെ ഇവിടെ വന്നിരുന്നിട്ട് എന്തും വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുള്ളത് ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വരെ അങ്ങനെയാണ്, ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല. അതാണ് ഇവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇപ്പോൾ അവസാനത്തെ ഈ രാജ്യത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തീർന്നല്ലോ, അതോടുകൂടി അവരുടെ പരിപാടിയും തീർന്നിരിക്കുകയാണ്. നോക്കൂ, ഇവർ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ കണ്ട്. കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ വാഹനം ആക്രമിക്കുന്നു, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇപ്പൊ ജയിലിൽ പോയി കിടന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് അവരെ കൊണ്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വന്നു. ആദ്യം ഇ ഡി അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഈ വീണയുടെ വീട്ടിൽ വന്ന സമയത്ത്, സെർച്ചിങ്ങിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആവേശം എന്തായിരുന്നു? ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ എമ്മാതിരി മുദ്രാവാക്യം വിളിയായിരുന്നു. ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഒരു നേതാവും ഇല്ലല്ലോ. ചെറുപ്പക്കാർ ഏതൊക്കെയൊക്കെ, എനിക്ക് തോന്നുന്നു SFIയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിൽ പോയി. ഇനി അവൻ പുറത്തിറങ്ങണമെങ്കിൽ 1-2 കൊല്ലങ്ങൾ കഴിയും. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഇ ഡിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണം എന്നാണ്. പക്ഷെ ഇതൊന്നും ഇവർക്ക് അറിയില്ലാന്ന്. ഇവർക്ക് ഈ രാജ്യത്തിന്റെ സിസ്റ്റം എന്താണ്, ഇ ഡി എന്താണ്, CBI എന്താണെന്നൊന്നും ഈ കേരളത്തിനപ്പുറത്തേക്ക് പോവാത്തത് കൊണ്ടും ബംഗാളിലും ത്രിപുരയിലും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അറിയില്ല. അതിനപ്പുറത്തേക്ക് ഇവർ തെരുവിലിറങ്ങിയെന്നും പറഞ്ഞ് ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലാന്ന്. അതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഇവർക്ക് തെരുവിലിറങ്ങിയിട്ട് കുറച്ച് അലമ്പുണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അതും ഇനി ആളെ കിട്ടുമെന്നുള്ള സംശയം. കോട്ടയത്ത് ഇവർ DYFIയുടെ സമരം നടത്തി. ഇ ഡി വിഷയത്തിൽ കോട്ടയത്തിലെ DYFIയുടെ സമരം നടത്തിയിട്ട് ആളില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ സമരം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ കാവ്യവൽക്കരണത്തെ ഇവരെന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ കൊളക്കോഴി മലന്ന് കിടക്കുന്നത് ആകാശം താഴേക്ക് ഇടിഞ്ഞു വീണെങ്കിൽ തടയാനാന്ന് പറഞ്ഞത്. അങ്ങനെ കൊളക്കോടിയുടെ മനസ്സൊന്നുമായിട്ട് ഈ CPMന്റെ പ്രതിനിധിയും വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കരുത്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. ഞങ്ങൾ ഈ രാജ്യത്ത് 10-21 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ അലയൻസ് കൂടെ കൂടിയിട്ട് ഈ രാജ്യത്തിന് 80% ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ 80% വരുന്ന ഏരിയയിൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ സെനറ്റിൽ മാത്രമൊന്നും അല്ലതേ, അങ്ങ് പാർലമെന്റിലൊക്കെ ഞങ്ങളുടെ ആളുകളുണ്ടെങ്കിൽ അത് ഇനിയും ഉണ്ടാവുന്നേ. ഈ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും ഒരു സംവിധാനം ഇല്ലാത്ത ഒരു വെറും 4 MP മാത്രമുള്ള, വിരലിലുണ്ടാവുന്ന MLA മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പ് ഞങ്ങളെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ വെറുതെ ഈ കുളക്കോഴിയുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നിടത്തൊന്നും അവരേതാണ്ട് മതേതരത്വത്തിന്റെ മാടപ്രാവുകളാണെന്ന്. നോക്കൂ, ഇവിടെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരുടെ പൂക്കി മുഖ്യമന്ത്രി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അവർ മതരാജ്യം സ്വപ്നം കാണുന്നവരാണ്, അവർ മതേതരത്വത്തെ പാലിക്കുന്നവരല്ല. മതേതരത്വം എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള രോഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ VD സതീശൻ പറയാണ് അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മതേതര സംഘടനയാണെന്ന്. ഏത് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ 100 കണക്കിന് വരുന്ന ഹിന്ദുക്കളെ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ച് അവരുടെ വീടുകൾക്ക് തീയിട്ട, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് കേരളത്തിലെ നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി. പറഞ്ഞത് അടുത്ത രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ലെങ്കിൽ ഹാഷ്മിക്ക് തിരുത്താൻ കേട്ടോ, എന്റെ അറിവ് രണ്ടും ഒന്ന് തന്നെയാണ്. എന്തായാലും എന്റെ അറിവ് ആയിക്കോട്ടെ. എന്തായാലും അവര് മതരാജ്യം സ്വപ്നം കാണുന്നവരാണല്ലോ, മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കാത്തവരാണല്ലോ, അതിന് സംശയമൊന്നുമില്ല ഹാഷ്മിക്ക്. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്ന് എങ്ങനെയാ പറയാ VD സതീശൻ? ഇനി KM ഷാജി എന്താ പറഞ്ഞത്? കഴിഞ്ഞ 10 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലത്തേക്ക് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ് UDF ഭരണത്തിൽ വരുന്നതെന്ന് പറഞ്ഞ KM ഷാജി അല്ലേ? അദ്ദേഹം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയല്ലേ? ആ കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ട് മതേതരത്വത്തൊക്കെ പറയാം. എന്ത് നാണക്കേടാന്ന് ആലോചിച്ച് നോക്ക്. മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടായിട്ട് ആ പാർട്ടിയെ സ്വന്തം മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പച്ചയ്ക്ക് മതം പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിട്ടും മതേതരത്വം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ചില്ലറ എളുപ്പമൊന്നും പോരാ. ആ പാർട്ടി മുന്നിലോട്ട് ശോഭാ സുരേന്ദ്രൻ പണ്ട് ക്ഷണിച്ചായിരുന്നു ശ്രീ ശ്യാമരാജ്. കൃത്യമായിട്ട് ഇല്ല, എനിക്ക് പറയട്ടെ ഹാഷ്മി, കേരളത്തിൽ കൃത്യമായിട്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന്, ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ ഇവർ കാണിച്ചിട്ടുള്ള എന്താ?
ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കണം, മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കണം, PDP യെ പിന്തുണയ്ക്കണം, SDP യെ പിന്തുണയ്ക്കണം. ഇതാണ് ഇവരുടെ നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടും കാണിച്ചത് ഇത് തന്നെയാണ് കേരളത്തിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ വലിയൊരു പതനം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, PDP ആവട്ടെ, ഈ പറഞ്ഞ SDP ആവട്ടെ, ഇതൊക്കെ വർഗീയ സംഘടന എന്ന് നിങ്ങൾ ആരോപിക്കുന്നതാണ്. വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന സംഘടന വേറൊരു PDP, ജമ്മു കാശ്മീരിലെ PDP, അവരുമായി ചേർന്ന് ഭരിച്ചവരാട്ടോ നിങ്ങൾ. അവരുമായി ചേർന്ന് ഭരിച്ചവരാ നിങ്ങൾ. വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയപ്പെടുന്ന PDP-യുമായി ചേർന്ന് ഭരിച്ച നിങ്ങളാണ് ഇവിടെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി കുറ്റം പറയുന്നത്. അവരിപ്പോ എവിടെയാണ് കാശ്മീർ കിടക്കുന്നത്? നിങ്ങൾ ചേർന്ന് ഭരിച്ചോ? ഇപ്പൊ കാശ്മീരിലെ അവസ്ഥ എന്താ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണോ? അവസ്ഥ എന്താ? എന്നിട്ട് വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നവർ എന്ന ആരോപണമുള്ള ഒരു പാർട്ടിയുമായി നിങ്ങൾ അധികാരം പങ്കിട്ടവരാണ്. എന്നിട്ടാണ് ജമാഅത്തിന്റെ വോട്ട് വാങ്ങി ഇവരെ കുറ്റം പറയുന്നത്, SDP-യുടെ വോട്ട് വാങ്ങി CPM കുറ്റം പറയുന്നത്. അവരുടെ യാതൊരു നയപരമായിട്ടോ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ടില്ല. അധികാരത്തിൽ ഒരുമിച്ചിരുന്നു. പോയിട്ടില്ല. അത് താൽക്കാലികമായിട്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്താ? അത് അധികാരത്തിൽ ഒരുമിച്ചിരുന്നോ? എല്ലാത്തിനും പിടിച്ച് ജയിലാക്കിയല്ലേ? അധികാരത്തിൽ ഒരുമിച്ചിരുന്നോ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ വോട്ട് വാങ്ങാൻ കുറ്റം പറയാൻ അവകാശമുണ്ടോ ശ്രീ ശ്യാംരാജ്? എല്ലാത്തിനെയും പിടിച്ചിട്ട് ജയിലാക്കിയല്ലേ കാശ്മീർ? ഏത് അധികാരത്തിൽ ഒരുമിച്ചിരുന്നോ? പിടിച്ച് ജയിലാക്കിയില്ലേ? എല്ലാവരും പിടിച്ച് ജയിലിൽ. ഇപ്പൊ കാശ്മീരിലെ അവസ്ഥ എന്താ? ശരി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.